മാവോ വേട്ട ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് നമ്മുടെ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ജനറൽ സെക്രട്ടറി D രാജയും ഇപ്പോൾ അവകാശപ്പെടുന്നത്. അവരുടെ ആവശ്യമാണത്. മാവോയിസ്റ്റുകളെ നേരെയുള്ള ഈ വേട്ട ഉടൻ അവസാനിപ്പിക്കണം. ചേട്ടന്റെ അഭിപ്രായം എന്താ? MA ബേബിയും D രാജയും അത് പറയുന്നതിൽ കാര്യമുണ്ട്. കാരണം അവർക്ക് അതേ പറ്റൂ. അവരുടെ സ്വന്തം ഈ ജനിക്കാതെ പോയ കൂടപ്പിറപ്പ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ മാവോയിസ്റ്റ് സംഘടനകളും അതിലെ പ്രവർത്തകരും. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചാണെങ്കിലും CPI-യെ സംബന്ധിച്ചാണെങ്കിലും ഇവരുടെ എല്ലാം അടിസ്ഥാനം ഇവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്ന ആ പാർട്ടിക്ക് ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസമാണ്, കമ്മ്യൂണിസ്റ്റ് മാർക്സിസമാണ്. ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസം എന്ന് പറയുന്നത് ഉന്മൂലന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നതാണ്. മനുഷ്യരെ രണ്ട് തട്ടുകളായിട്ട് തിരിച്ച് മുതലാളി വർഗമെന്നും തൊഴിലാളി വർഗമെന്നും പറയുന്ന രണ്ട് തട്ടുകളിലാക്കി തിരിച്ച് തൊഴിലാളി വർഗത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടി, അല്ലെങ്കിൽ ആ തൊഴിലാളി വർഗത്തിന്റെ പ്രത്യയശാസ്ത്രം ആണ് അവരുടെ ആശയം. ആ തൊഴിലാളി വർഗം എന്ന് പറയുന്നത് അവർ ലോകം മുഴുവനും ഈ ഇസ്ലാമിക ഭീകരർ ലോകം മുഴുവനും ഇസ്ലാമിന്റെ കീഴിൽ വരണം, അള്ളാഹുവിന്റെ ദീൻ നടപ്പാകണം എന്നൊക്കെ വിശ്വസിക്കുന്നത് പോലെ ഇവർ ലോകം മുഴുവനും ഒരു തൊഴിലാളി വർഗ ഭരണം ലോകത്തുണ്ടാകും, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന ആഹ്വാനമാണ് അവർ നടത്തുന്നത്. അതിനുവേണ്ടി അത്തരത്തിൽ ലോകം മുഴുവനും ഒരു തൊഴിലാളി വർഗത്തിന്റെ കീഴിലുള്ള ഭരണം, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഭരണത്തിന് കീഴിൽ ലോകം വരും എന്ന് വിശ്വസിക്കുന്ന, അല്ലെ അങ്ങനെ ആ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരും മാവോയിസ്റ്റുകൾ. ഈ മാവോയിസ്റ്റുകൾക്കും വഴി വേറെയല്ല, ഇത് തന്നെയാണ്. ഇവർ ഇന്നത്തെ കുറച്ച് എന്താ പറയുക, ജനാധിപത്യ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് നിയമവാഴ്ചയുണ്ട്, പോലീസുണ്ട്, പട്ടാളമുണ്ട്. കൂടുതൽ കളിച്ചാൽ അകത്താകും, അല്ലെങ്കിൽ വെടിയുണ്ട ഏറ്റ് മരിക്കും എന്ന് തോന്നലുള്ളത് കൊണ്ട് ഭീരുക്കളായ ആൾക്കാർ CPM-ലും CPI-ലും അങ്ങനെയൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നു. മറിച്ച് ആരെയും കൊല്ലാനും അതുപോലെ ചാകാനും മടിയില്ലാത്തവർ CPI ML പോലെയുള്ള മാവോയിസ്റ്റ് നക്സലൈറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നു. ഇത്രയുള്ള വ്യത്യാസം. ഒരു കൂട്ടർക്ക് ധൈര്യമുണ്ട്, മറ്റൊരു കൂട്ടർക്ക് ധൈര്യമില്ല. ധൈര്യമില്ലാത്തവർ ഞങ്ങൾ വലിയ ജനാധിപത്യ വിശ്വാസികളാണ്, ഞങ്ങൾ വലിയ മാനവികത വലിയ മുൻതൂക്കം നൽകുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് ഈ എന്താ പറയാ, ഈ ബൂർഷ്വാ ലോകത്തിനോട് അല്ലെങ്കിൽ ബൂർഷ്വാ വ്യവസ്ഥിതിയോട് സമരസപ്പെട്ട് അതിനോട് വിട്ടുവീഴ്ചയൊക്കെ ചെയ്തു പോകുന്നു. മറ്റവർ അത് വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, ആയുധമെടുത്ത് അടരാടുന്നു. ഇതാണ് വ്യത്യാസം. ഇവിടെ ഇപ്പോ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ ഒരു വലിയ മാവോ വേട്ട നടന്നു. 27 മാവോയിസ്റ്റുകളെയും അവരുടെ ഒരു നേതാവ് അടക്കം 27 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. അതിൽ പ്രധാനി ഈ CPI ML എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബസവരാജു ആണ് കൊല്ലപ്പെട്ടത്. ഈ ബസവരാജുവിന്റെ ചരിത്രം അറിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതെന്ന്. ഈ ബസവരാജു ആന്ധ്രയിലെ ശ്രീകാകുളം ജില്ലയിൽ പെട്ട ഒരാളാണ്. ഇയാളുടെ അവിടുത്തെ ജിയന്നപ്പേട്ട എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ആണ് ഇയാൾ ജനിച്ചത്. ഇയാളുടെ മുഴുവൻ പേര് നമ്പാല കേശവറാം ബസവരാജ എന്നാണ്. ഇയാൾ വാറങ്കലിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ബിരുദം നേടിയ ആളാണ്. 1970-കളിലാണ് ഈ നക്സലൈറ്റ് സംഘടനകളിൽ ആകൃഷ്ടനായി അതിലേക്ക് വരുന്നത്. 80 ആയപ്പോഴത്തേക്കും അയാൾ അതിൻ്റെ ഉയർന്ന മുഴുവൻ സമയ പ്രവർത്തകനും ഉയർന്ന ഒരു അധികാരിയുമായിട്ട് മാറി. കഴിഞ്ഞ 35 വർഷമായിട്ട് അയാളെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പിടികൂടാൻ വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുകയാണ്. ഈ 35 വർഷവും ഇയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു. ഇയാൾ ഇന്ത്യക്ക് പുറത്തു പോയി ശ്രീലങ്കയിൽ ചെന്ന് ഗറില്ല യുദ്ധത്തിലും സ്ഫോടന വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധ പരിശീലനം നേടി. അത് ആരിൽ നിന്ന് നേടി? LTTI പോലെയുള്ള ഒരു ഭീകര സംഘടനയിൽ നിന്ന് നേടിയ ആളാണ് ഈ ബസവരാജു. എന്ന് മാത്രമല്ല, ഗറില്ല യുദ്ധമുറകൾ പഠിച്ച അയാള് ഗറില്ല യുദ്ധങ്ങളും ഒളിപ്പോരുകളും ആവിഷ്കരിക്കുന്നതിലും അത് പ്ലാൻ ചെയ്യുന്നതിലും അത് ആസൂത്രണം ചെയ്യുന്നതിലും വളരെ മികവ് പുലർത്തുന്നയാളാണ്. 50 സായുധരായ മാവോയിസ്റ്റുകളുടെ സംരക്ഷണയിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത്. ഇയാൾക്ക് ചുറ്റും 50 പേരടങ്ങുന്ന സായുധരായ മാവോയിസ്റ്റുകളാണ് ഇയാൾക്ക് കാവൽ നിൽക്കുന്നത്, പല ലെയറുകളിലായി.
ആ ലെയറുകളെല്ലാം കടന്നേ ഇയാളെടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ. അങ്ങനെ കഴിയുന്ന ആ ബസവരാജു ആ 2018 നവംബറിൽ ഇതിന്റെ സംഘടനയുടെ CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയി. അതായത് 2018 നവംബറിലാണത്. മുപ്പല ലക്ഷ്മണ റാവു, ഗണപതി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മുപ്പല ലക്ഷ്മണ റാവു എന്ന് പറയുന്ന ഒരു കൊടും മാവോയിസ്റ്റ് ഉണ്ട്. ആ മാവോയിസ്റ്റ് മാറി പകരം ഈ ബസവരാജു ജനറൽ സെക്രട്ടറി ആകുകയായിരുന്നു. ഇയാളുടെ ചരിത്രം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് 150 സുരക്ഷാ സേനാംഗങ്ങളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 150 സായുധ പോരാട്ടത്തിൽ, ഏറ്റുമുട്ടലിൽ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 50-ലധികം അല്ലാതെ പോലീസുകാരെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ബസവരാജു കൊടും ഭീകരനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇവർക്ക് ചൈനയിൽ നിന്നൊക്കെയാണ് പണ്ട് ഫണ്ട് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഈ ജിഹാദി സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇവർ ആരുടെ കൊട്ടേഷനും ഏറ്റെടുക്കും, ഏത് ഉന്നതനെയും കൊലപ്പെടുത്തും. അതിൽ നിന്നും അവർക്ക് ഒരു മടിയുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് MA ബേബിയും D രാജുവും ആദ്യം ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ, അതായത് മാവോയിസ്റ്റുകളോട് അനുഭാവപൂർവ്വം പെരുമാറണം, അവരോട് ദയ കാണിക്കണം, അവരെ ഏറ്റുമുട്ടലിൽ കൊല്ലരുത് എന്നൊക്കെ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആദ്യം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. കാരണം അദ്ദേഹം ഭരണത്തിൽ എത്തിയതിനു ശേഷമാണ് കേരളത്തിൽ തുടർച്ചയായിട്ട് മാവോയിസ്റ്റ് വേട്ട നടക്കുകയും നിരവധി മാവോ നേതാക്കളെ കൊലപ്പെടുത്തുകയും ചെയ്തത്. പോലീസ് പുറകിൽ നിന്ന് വരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റുമുട്ടൽ, വ്യാജ ഏറ്റുമുട്ടലാണ് ഇതൊക്കെ എന്നുള്ള ആക്ഷേപവും ആരോപണവും ഒക്കെ വളരെ ശക്തമാണ്. ഈ CPI ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഇതൊക്കെ നടക്കുമ്പോൾ ചില ബഹളങ്ങളൊക്കെ കൂട്ടുമെങ്കിലും പിന്നെ വെച്ച നാക്കെടുത്തിട്ടില്ല, ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇവരാദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ ബേബി ജനറൽ സെക്രട്ടറി ആണല്ലോ, പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയനേക്കാളും ഉയർന്ന സ്ഥാനത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സഖാവ് MA ബേബിക്കും അതുപോലെ തന്നെ CPIയുടെ ജനറൽ സെക്രട്ടറിയാണ്, അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് D രാജയ്ക്കും ഒത്തുചേർന്ന് പിണറായി വിജയനെ ഉപദേശിക്കാം. നിങ്ങൾ ദയവ് ചെയ്ത് മാവോയിസ്റ്റുകളോട് ദയ കാണിക്കണം, അവരെ കൊലപ്പെടുത്തരുത്, അവരോട് അനുഭാവപൂർണ്ണം പെരുമാറണം, അവരോട് ചർച്ച നടത്തണം എന്നൊക്കെ. കേരളത്തിൽ അത് വിജയിപ്പിച്ചിട്ട് പോരെ അമിത്ഷായെ ഉപദേശിക്കാൻ ചെല്ലുന്നത്? അമിത്ഷാ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തും 2026 മാർച്ച് 31 മുമ്പ് മുഴുവൻ മാവോയിസ്റ്റുകളെയും ഈ രാജ്യത്തുനിന്ന് ഇല്ലായ്മ ചെയ്തിരിക്കും. അതിൽ അവർക്ക് സമയം കൊടുത്തു, ആയുധം വെച്ച് കീഴടങ്ങാനുള്ള സമയപരിധി കൊടുത്തു, അത് നീട്ടിക്കൊടുത്തു. ഒക്കെ കഴിഞ്ഞിട്ടാണ് സൈന്യം, നമ്മുടെ അർദ്ധസൈനിക വിഭാഗം ഇപ്പോൾ മാവോ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ കൊടുത്ത സമയത്തൊന്നും അവർ ആയുധം വെച്ച് കീഴടങ്ങിയില്ല. അവർ വിചാരിച്ചത് കോൺഗ്രസിന്റെ കാലത്തുള്ളതുപോലെ ആണ് എന്നാണ് ധരിച്ചിരുന്നത്. ഭരിക്കുന്നത് BJP ആണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. ഇപ്പോൾ അവർക്ക് മനസ്സിലായി തുടങ്ങി. അത് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിലാണ് ബേബിയും രാജയും ചേർന്ന് നിലവിളിക്കുന്നത്, അയ്യോ കൊല്ലരുതേ കൊല്ലരുതേ എന്ന്. എന്തായാലും ഒരു കാര്യം തീർച്ചയാണ്, ആദ്യം അവർ പിണറായി വിജയനെ പറഞ്ഞു മനസ്സിലാക്കൂ, എന്നിട്ട് നമുക്ക് പിണറായി വിജയനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി അമിത്ഷായോട് പറയാം. അപ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ അമിത്ഷാ അത് കേൾക്കാനെങ്കിലും ഇരുന്ന് തരും. അതിൽ കവിഞ്ഞൊന്നും സംഭവിക്കില്ല. എന്തായാലും 2026 മാർച്ച് 31 ഭാരതം മാവോ വിരുദ്ധ രാഷ്ട്രമായി തീരും. അത് അമിത്ഷാ രാഷ്ട്രത്തിന് കൊടുത്ത ഉറപ്പാണ്. അത് നമ്മുടെ സേനാംഗങ്ങൾ പാലിച്ചിരിക്കും. അത് തീർച്ചയാണ്. അക്കാര്യത്തിൽ ഒരു മാറ്റവുമില്ല.